സ്വന്തം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. എന്റെ ഹൃദയത്തില് സന്തോഷം പഴയ പാട്ടിന്റെ ചരണം എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴ് ഞാനിങ്ങനെ പാടിയതാണ്. സ്തോത്രം. നാം ചെയ്യുന്നതൊന്നും വ്യർത്ഥമല്ല. കർത്താവിന്റെ നാമത്തെ പ്രതി നാം സമയങ്ങൾ വേർതിരിച്ചിരിക്കുന്നതും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതും സ്തോത്രം ദൈവസ്ഥിതി പ്രാർത്ഥിക്കുന്നതും ഒന്നും വ്യർത്ഥമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രതിഫലം നൽകുന്ന നമ്മെ സഹായിക്കുന്ന കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വേഗത്തിൽ ആഗതനാകുന്നു എന്നുള്ള ആ പ്രത്യാശയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. സ്തോത്രം. പ്രാർത്ഥനയും ഉപവാസവും ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. കർത്താവ് തന്റെ ജീവിതത്തിന്റെ തന്റെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാൻ തക്കണം ഇടയായി തീർന്നു. എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യത്വത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുവാനും പ്രാപ്തനാകേണ്ടതിന് സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഈ നാളുകളിൽ നമുക്ക് ഉണർന്നിട്ട് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം ഏറ്റവും അതിക്രമിച്ചു പോയിരിക്കുന്നു. കാരണം ലോകത്തിന്റെ സംഭവങ്ങളും ദൈവത്തിന്റെ വചനത്തിന് നിവൃത്തിയും നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ണാലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവജനം കർത്താവ് പറഞ്ഞ അന്ത്യവാചകങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്തോത്രം. നമുക്കൊരു മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നാം പ്രാപ്തരാകണം. സ്തോത്രം. പലത് കണ്ടും മടുത്തും പോകുമ്പോൾ സ്തോത്രം പലരും വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം നമ്മളെ ചേർക്കുവാൻ വരുന്ന കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായി തീരണം. സ്തോത്രം. അത് ആത്മാവിന്റെ ശരീരത്തിലും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരാത്മീയ അനുഭവം നമുക്ക് ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ഒത്തിരി ചിന്തകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ അനേക താഴ്വരകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ താഴ്വരകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു കർത്താവിന്റെ ദാസി കൂടി എന്നോട് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. സിസ്റ്റർ, ബെരാഖ എന്ന താഴ്വരയെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന്. സ്തോത്രം. ഞാനായിരുന്ന ഒരു പ്രയർ ഗ്രൂപ്പിൽ ഒരു കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുത്ത ഒരു ചിന്തയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ചിന്തയാ ബെരാഖ താഴ്വരയെ കുറിച്ച്. ഞാൻ അതിനെക്കുറിച്ച് ബൈബിളിൽ ചെറുതായിട്ടൊന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തിന്റെ വചനമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയൊക്കെ ആയിരുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഈ ബെരാഖ താഴ്വരയെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടയായി തീർത്തു. സ്തോത്രം. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ താഴ്വരയെ കുറിച്ചും ആ താഴ്വരയിൽ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതിനാധാരമായിട്ട് നമുക്ക് വായിക്കാം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം 27-ാം വാക്യം. സ്തോത്രം. 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരാഖ താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ചെന്നാൽ ബെരാഖ താഴ്വരയെ കുറിച്ച് പഴയ നിയമത്തിൽ ഈ ഒരു ഭാഗത്തെ കാണുന്നുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അക്ഷരികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഈ ബെരാഖ താഴ്വരയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇന്ന് പകൽക്കാലം എനിക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ദൈവിക പ്രകാശനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്ക് അതിന്റെ 20-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അതിന് ശേഷം മോവാബരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ നിന്ന് ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്നോ അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ താമാരിലുണ്ട് എന്ന് അറിയിച്ചു. സ്തോത്രം. ഇവിടെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന യഹോശാഫാത്തിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. യഹോശാഫാത്ത് രാജാവിന് നേരെ ചില സ്തോത്രം യഹോശാഫാത്തിനും അവന്റെ ജനത്തിനും നേരെ ഒരു വലിയ സൈന്യം അണിനിരക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ ആരൊക്കെയാണ് നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അമ്മോന്യരും മോവാബരും മെയൂന്യരിലായിരിക്കുന്ന ചിലരും ഇവരോട് യുദ്ധത്തിന് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ ഈ സമയത്ത് ദൈവത്തിന്റെ ദാസ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 20-ാം അധ്യായം അതിന്റെ
11 വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു. നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വന്ന് എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവജനത്തിന് വേണ്ടി ദൈവം കൊടുത്ത ദൈവിക അവകാശത്തെ കവർന്നെടുക്കുന്നതിനും അതിനെ നശിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദാസന് നേരെ ഒരു സൈന്യം അണിനിരക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇതിന്റെ ആത്മീയവശം ഞാൻ ഇതിനെ ഒത്തിരി വിശദീകരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമായതുകൊണ്ട് ഇതിന്റെ ആത്മീയ വശങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി അവകാശമായി കൊടുത്ത ചില ദൈവിക നന്മകളെ കവർന്നുകൊണ്ട് പോകുവാനായിട്ട് ചില സ്തോത്ര ശത്രു സൈന്യം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒത്തിരി അവകാശങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? സ്തോത്രം. എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ നിറച്ചിരിക്കുന്നു. പിന്നെ ഒത്തിരി അവകാശങ്ങൾ ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തുവിൽ കൂടിയും ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് ദൈവം ദാനം ചെന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷയെന്ന ആത്മീയമായിരിക്കുന്ന ചില അവകാശങ്ങൾ, അതുപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന ചില അവകാശങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ മരുഭൂമി യാത്രയില് നമ്മെ രക്ഷിച്ച കർത്താവ്, ഈ കർത്താവിനോട് കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ദൈവിക അവകാശങ്ങളെ നമ്മൾ അവകാശമാക്കാതെ അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം ഈ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് നമുക്കെതിരെ കടന്നു വരുന്ന ചില പൈശാചിക ശക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. സ്തോത്രം. ദൈവിക അവകാശങ്ങളെ തടയുന്ന, അതായത് നഷ്ടമാക്കി കളയുന്ന, നമ്മളെ പിന്തുടരുന്ന ചില പൈശാചിക പാരമ്പര്യ ശക്തികളുണ്ട് എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ നോക്കിയേ, ഈ ദൈവത്തിന്റെ ജനത്തിന്റെ അവകാശം നഷ്ടമാക്കുവാനായിട്ട്, പിന്തുടരുവാനായിട്ട്, നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് വന്ന ഈ സൈന്യത്തെ കണ്ടപ്പോൾ യഹോശഫാത്ത് രാജാവ് ചെയ്തത് എന്താണെന്നറിയാമോ? നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. സ്തോത്രം. നോക്കി, ദൈവിക അവകാശങ്ങളെ സ്തോത്രം നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് വെല്ലുവിളി ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യഹോശഫാത്ത് ചെയ്തു നോക്കിയ പ്രിയമുള്ളവരെ, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. സ്തോത്രം. നോക്കിയേ, ദൈവത്തെ ഭയപ്പെടണം. മുമ്പിൽ വരുന്ന ശത്രുവിനെ അല്ല, അവകാശത്തെ പിന്തുടർന്ന് പിടിപ്പാൻ വരുന്ന ശത്രുവിനെ അല്ല. യഹോശഫാത്ത് ആരെയായി ഭയപ്പെട്ടത്? ദൈവത്തെ. അവൻ യഹോവയെ ഭയപ്പെട്ടു. അടുത്ത് എന്ത് ചെയ്യുന്ന പറയുമോ? അവൻ യഹോവയെ അന്വേഷിപ്പാനായിട്ട് താല്പര്യപ്പെട്ടു. സ്തോത്രം. തന്നെയല്ല, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ആയിരിക്കാനായിട്ട് തന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് താൻ അതിനുവേണ്ടി കാലെടുത്ത് വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇത് വലിയൊരു ധർമ്മം അല്ലെ? നമുക്കറിയാമല്ലോ, ഒരു രാജാവിന്റെ നേരെ ശത്രു സൈന്യം കടന്നു വരുമ്പോൾ അദ്ദേഹം ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കാനോ അതുപോലെ തന്നെ സ്തോത്രം ഉപവാസം എടുക്കാനോ ഒന്നല്ല നോക്കുക, അവൻ സൈന്യത്തെ ബലപ്പെടുത്തുവാനോ നോക്കുന്നത്. പക്ഷേ ഇവിടെ യഹോശഫാത്ത് രാജാവ് എന്ത് ചെയ്തു എന്നറിയാമോ? അവൻ ദൈവത്തെ ഭയപ്പെട്ട് അവനെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു. തന്നെയല്ല, ഉപവാസം പ്രസിദ്ധം ചെയ്യുവാനിടയത്. ഒരു വലിയൊരു മർമ്മമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനം തിരിച്ചറിയേണ്ട ഒരു ദൈവിക മർമ്മമാ. സ്തോത്രം. നമ്മുടെ ദൈവിക അനുഗ്രഹങ്ങളെ, ആത്മീയമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ, എന്ത് നന്മകളെ ആയാലും അതിനെ ചോർന്ന് കളയുവാനായിട്ട് പിശാച് അടുത്തു വരുമ്പോൾ നാം ഒന്നാമത് ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ ഇറങ്ങിയ നാളുകളിലെ ദൈവഭയം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. സ്തോത്രം. ഇന്ന് നോക്കിയേ, ആത്മീയ ഗോളത്തില് സ്തോത്രം മറ്റുള്ള ജാതികൾക്ക് പോലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പാരമ്പര്യം പോലെ ഇന്നത്തെ ആത്മീയ ഗോളമായി തീരുക. കാരണം ദൈവഭയം ദൈവമക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന്, നമ്മുടെ ആത്മീയ നിലവാരത്തെ നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. നമുക്ക് ഇറങ്ങിയ നാളുകളിലെ ദൈവഭയം ഇന്നുണ്ടോ? സ്തോത്രം. നമുക്ക് ദൈവത്തെ മുഖം അന്വേഷിക്കാനുള്ള ഒരു ഇതുണ്ട്. നമ്മൾ ഏത് കാര്യങ്ങൾക്കും നമ്മൾ ഇറങ്ങിയ നാളുകളിലൊക്കെ നമ്മൾ ഫസ്റ്റിലെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കും. കർത്താവേ, ഞാനിത് ചെയ്യുന്നത് ദൈവഹിതമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നാം സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആലോചനയിലും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളെ ലാസ്റ്റ് നമ്മള് ആ സ്വന്തം ആലോചന പ്രകാരം ചെന്ന് നമ്മൾ അവിടെ നിന്ന് പരാജയപ്പെട്ട് കഴിയുമ്പോഴാ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. എന്നാൽ ഫസ്റ്റിലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനായിട്ട്, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനായിട്ട് നാം സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയുമെന്ന് ഈ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. സ്തോത്രം. നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മുടെ അവകാശങ്ങൾ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അവകാശങ്ങളെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല,
അനുഭവിക്കാൻ കഴിയുന്നില്ല അല്ലെ. ക്രിസ്തീയ കുടുംബത്തിലാണെങ്കിലും ആത്മീയ അവകാശികൾ, സ്തോത്രം, ദൈവം തന്ന ദൈവത്തിന് ആത്മീക ശുശ്രൂഷകള്, അതുപോലെ തന്നെ ദൈവം കൊടുത്ത അധികാരത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത്, സ്തോത്രം. പലപ്പോഴും ചിലരൊക്കെ പറയും, ഞാൻ ആദ്യ നാളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഓൺ ദ സ്പോട്ടിൽ നമുക്ക് വിടുതൽ കിട്ടുമായിരുന്നു അല്ലെ. ശുശ്രൂഷകന്മാരൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ കൃപാവരങ്ങളാണ് നിറച്ച ദൈവദാസന്മാർ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കൃപാവരങ്ങളിലൊക്കെ മാറിപ്പോകുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നില്ല? സ്തോത്രം. നാം ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. നമ്മുടെ അവകാശങ്ങളെ നശിപ്പിച്ച് കളയുവാൻ നാം അറിയാതെ നമ്മെ പിന്തുടരുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. അതിനെതിരെ നാം എന്ത് ചെയ്യണം? പടപൊരുതണം. സ്തോത്രം. ആത്മീയ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ കഴിയുക സ്തോത്രം. നമുക്ക് നേരെ കടന്നു വരുന്ന ആ സ്തോത്രം, ആ പൈശാചിക ശക്തികളെ നാം യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. സ്തോത്രം. തന്നെയല്ല, നോക്കി, അവർ ദൈവത്തിന്റെ സ്ഥലയിൽ ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇരുന്ന സമയത്തുണ്ട്, നോക്കി, അതിന്റെ സ്തോത്രം 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവര് എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയീയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെഖര്യാവിന്റെ മകനെ ലേവിന്റെ മേൽ വന്നു. സ്തോത്രം. നോക്കി, അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകരും. എന്തിനു വേണ്ടിയാണല്ലോ ഈ യെഹസ്കേലിന്റെ മേൽ ആത്മാവിനെ പകരം? എന്തിനാണെന്നറിയാമോ? അവർക്കുള്ള ആലോചന അറിയിക്കുന്നതിന് വേണ്ടിയാ യെഹസ്കേലിനെ ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രിയമുള്ളവരെ, നോക്കി, ആ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? വഴി നടത്തുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ വഴി നടത്തുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. നമ്മൾ സ്വന്തം ആലോചന പ്രകാരം നടക്കുന്നുകൊണ്ടാ. നോക്കി, ആ പ്രതിസന്ധിയിൽ അവർ ദൈവസ്ഥലിൽ ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് അവർക്കുള്ള ദൈവത്തിന്റെ ആലോചന നൽകുവാൻ തക്കോണം ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം. സ്തോത്രം. ഒന്ന്, നാം പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിന് ഉപസിക്കണം, ദൈവമുഖം അന്വേഷിക്കണം, ദൈവത്തെ ഭയപ്പെടണം. തന്നെയല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്കുള്ള ആലോചന, ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള വ്യക്തമായ ദൈവത്തിന്റെ ആലോചന നമ്മുടെ മധ്യത്തിൽ നിന്ന് വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. നാം എങ്ങും പോകേണ്ട ആവശ്യമില്ല. ആലോചന തേടിയോ അല്ലെങ്കിൽ ഒരു ദൈവിക നിയോഗം തേടി നാം എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമുക്കുള്ള ആലോചന ദൈവം നമ്മുടെ പക്കൽ, നമ്മുടെ അടുക്കൽ തന്നെ തന്നിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ആ ആലോചന എന്തായാലും നമ്മൾ നോക്കിക്കേ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറഞ്ഞു തന്നാൽ ഒരിക്കലും തെറ്റുപറ്റുകയില്ല കേട്ടോ സഹോദരങ്ങളെ. സ്തോത്രം. നമ്മൾ സ്വന്തം ആലോചന പ്രകാരം നടക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കുന്നില്ല. ഓക്കെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. സ്തോത്രം. അവർ പറയാണ്, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യെഹോശഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത് അത്രേ. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. നോക്കിയേ, അതുകൊണ്ട് ഇവര് വിചാരിച്ചു എങ്ങനെയും യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. സ്തോത്രം. ഓക്കെ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. നമുക്കുള്ള സകലത്തിന്മേൽ എന്തിന്മേലും ദൈവത്തിന് അധികാരമുണ്ട് കേട്ടോ. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിനോട് സാത്താൻ വന്നിങ്ങനെ ചോദിക്കുന്ന ഇയ്യോബിനെ കുറിച്ച് സാത്താൻ ദൈവസ്ഥനെ പറയുന്ന ഒരു കാര്യം ഉണ്ട്. നമുക്കുള്ള എല്ലാത്തിനും നീ അവനുള്ള എല്ലാത്തിനും എന്ത് ചെയ്തിരിക്കാം? വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുവാണല്ലോ. അപ്പൊ നീ അവന് തൊടാനായിട്ട് അധികാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദൈവത്തോട്. അപ്പോൾ നമുക്കുള്ള എല്ലാത്തിനും ദൈവത്തിന് പരമാധികാരം. സ്തോത്രം. സാത്താന് ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടാ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷെ അവന്റെ പ്രാണന് മേല് സ്തോത്രം സാത്താൻ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ നേരെ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും, അതുപോലെ നമ്മുടെ വിശ്വാസം കൈവിട്ടു പോകും എന്നുള്ള പ്രതിസന്ധി പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്തോത്രം, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തെ ഏതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് ഭാരങ്ങൾ വന്നാലും സ്തോത്രം, നമ്മളെ ദൈവത്തിന്റെ ആലോചനയാൽ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട? ഭാരപ്പെടേണ്ട. സ്തോത്രം. നമ്മുടെ ശരീരത്തിന്മേൽ വേദനകൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കടന്നു വരുമ്പോൾ മാനുഷികമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
തളർന്നു പോകും അല്ലെ? സ്തോത്രത്തിന് പലരും എത്ര കൃപയുള്ളവരെന്ന് പറഞ്ഞാലും ശാരീരികമായിട്ടൊക്കെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്. സ്തോത്രം. നമുക്കൊരു വ്യക്തിക്ക് വേണ്ടി, ഒരു രോഗിക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ നാം നല്ല സൗഖ്യമുള്ളവരായി തീരണം അല്ലെ? സൗഖ്യമില്ല എങ്കിൽ നമുക്കൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ദൈവം നമുക്ക് തരുന്ന സൗഖ്യം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ആ സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വിടുതൽ നടക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, സ്തോത്രം, മൂന്നാമതായിട്ട് വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന. ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ദൈവത്തിന്റെ ആലോചന ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പിന്നെ അവരോട് പറയാണ്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ദൈവമേ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോയി ഇരിക്കുവാനല്ല. സ്തോത്രം. നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്തുതിയും എന്ത് ചെയ്യണം? കൊടുക്കണം. യെഹോശാഫാത്ത് രാജാവ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. സ്തോത്രം. ദൈവത്തിന് വേണ്ട മഹത്വവും സ്തുതിയും നമ്മൾ നോക്കി ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആരാധിച്ചു നോക്കി. ആദ്യ നാളുകളൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ വിടുതൽ ഏറ്റെടുത്തത്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നതിന് എത്ര നാളായി നമ്മൾ നാമം ദൈവമായിട്ട് തനിയെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ ആദ്യ നാളുകൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും എന്റെ സാക്ഷ്യം പറയാറുണ്ട്. ഞങ്ങളൊരു യാക്കോബായ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ സഹോദരിക്ക് ഇങ്ങനെ മാരകമായ ഒരു രോഗം വന്നിട്ട് അവളുടെ ദേഹം മുഴുവനും വ്രണങ്ങളെ കൊണ്ട് നിറഞ്ഞ് ദേഹത്ത് ഭവനത്തിലേക്ക് ആരും കയറുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു അപ്പച്ചനും അമ്മച്ചിയും ഗോസ്പൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനും ദാസിയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. എന്റെ പിതാവും മാതാവും ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പലപ്പോഴും അവർ നിരാശപ്പെട്ട് ചില മാസങ്ങളായിട്ട് അവൾക്ക് മരുന്ന് കൊടുക്കുന്നതോറും അവളുടെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന അനുഭവമായിരുന്നു. അപ്പോൾ ഇതിനെ അവസാനം ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും പല ദൈവഹിതമല്ലാത്ത മന്ത്രവാദ പ്രവർത്തനങ്ങൾക്ക് പോലും എന്റെ പിതാവ് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് രണ്ട് പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നത്. സ്തോത്രം. നോക്കി അവർ പറഞ്ഞു ഒന്നുമില്ല. അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, സഹോദര, നീ നിന്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് മദ്യപാനം ഉപേക്ഷിച്ച് യേശുവാണ് ഏക കർത്താവ് രക്ഷിതാവ് എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കുക, ഈ പൈതലിന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്റെ പിതാവ് നല്ലൊരു മദ്യപാനിയായിരുന്നു. പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ നല്ലൊരു മദ്യപാനിയായിരുന്നു. അവര് ഞങ്ങളുടെ വീട്ടിലിരുന്ന, ഞങ്ങൾ ഉപയോഗിക്കാതിരുന്ന ഞങ്ങളുടെ വീട്ടിലിരുന്ന ബൈബിള്, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടാവുമല്ലോ, ആ ബൈബിൾ എടുത്ത് പിതാവും മാതാവും ഓരോ വാക്കുകൾ, അവർക്ക് വായിക്കാൻ അറിയത്തില്ല സഹോദരങ്ങളെ. വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഓരോ റെഫറൻസ് പറയുമ്പോൾ എന്റെ പിതാവ് ആ വാക്യം എടുത്ത് വായിക്കുമായിരുന്നു. സ്തോത്രം. അവരുടെ രക്ഷയ്ക്കും ഞങ്ങളുടെ പൈതലിന്റെ വിടുതലിനും വേണ്ടിയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ ഓരോ റെഫറൻസ് ആ ദൈവത്തിന്റെ ദാസന്മാർ എടുത്തു കൊടുക്കുമ്പോൾ ഇവരെടുത്ത് വായിച്ചു. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വചനം വായിച്ചു, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. അവസാനം ചില മണിക്കൂറുകൾക്ക് ശേഷം എന്റെ പിതാവും മാതാവും കർത്താവും രക്ഷിതാവുമായിട്ട് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ. അവര് പ്രാർത്ഥിച്ചു കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്റെ സഹോദരിക്ക് പൂർണ്ണമായൊരു സൗഖ്യം. അവളുടെ ദേഹത്ത് ആ പഴുപ്പുകളെല്ലാം മാറി നല്ലൊരു സൗഖ്യം, നല്ല ആരോഗ്യമുള്ളവളായിട്ട് അവർ തീർന്നു. അവളുടെ കണ്ണ് കടഞ്ഞുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. മരിക്കത്തക്ക രീതിയിൽ കേവലം കണ്ണ് മാത്രം അടഞ്ഞാൽ മതി, ശരീരത്തിന്റെ ചലനങ്ങളെല്ലാം നശിച്ചുപോയ അവസ്ഥകളുണ്ടായിരുന്നു. എന്നാൽ ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു. സ്തോത്രം. പ്രിയമുള്ളവർ, അതുകൊണ്ട് എനിക്കും അറിയാൻ പറ്റും, കർത്താവിനെ രക്ഷിച്ചത് കൊണ്ട് കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം കൂടിയാണ്. യേശു രക്ഷകനാണ്, തന്നെയല്ല യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. മനുഷ്യർക്കെല്ലാം അസാധ്യമാണ്, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. സ്തോത്രം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എന്റെ അനുജത്തിയെ അവൾ മരിച്ചു പോകുന്നുള്ള ലോകം വിധി ചെയ്തെങ്കിൽ അവൾ ഇന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ 3 കുഞ്ഞുങ്ങളുടെ മാതാവായിട്ട് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. സ്തോത്രം. നല്ലൊരു കുടുംബജീവിതം നയിച്ച്, സ്തോത്രം, അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ദൈവം അവളെ ഇന്ന് നല്ലൊരു കുടുംബജീവിതത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിയാത്തതൊന്നുമില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളും ഭാരങ്ങളും അതിനൊക്കെ വിടുതൽ തരുവാൻ, നാം അനുഭവിക്കുന്ന കഷ്ടതകൾക്ക്, ഭാരങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് എല്ലാം വിടുതൽ തരുവാൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തനിയെന്ന്. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആരാന്നറിയാമോ? അവൻ
അത്യുന്നതനായ ദൈവമാ. അവനേക്കായി ഉന്നതൻ ഈ ലോകത്തിൽ ഒറ്റ ദൈവങ്ങളില്ല, ഒരു മഹാനുമില്ല. ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനും അത്യുന്നതനുമായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്, അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് നാം വിശ്വസിക്കണം, നാം സേവിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവം. സ്തോത്രം തന്നെയല്ല, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാനായിട്ട്, നമ്മുടെ ശാരീരിക ക്ലേശങ്ങൾക്കാകട്ടെ, അതുപോലെ നമ്മുടെ ഭാരങ്ങൾക്കാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികൾക്കാകട്ടെ, അതിനൊക്കെ അതെല്ലാം മാറ്റുവാനും അതെല്ലാം നിർവഹിക്കുവാനും നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ചെയ്തു തരുവാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. സ്തോത്രം. അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ച സമയത്ത് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ 19-ാം വാക്യത്തിൽ ഒരു സംഭവം ഉണ്ടായി. യുദ്ധം ചെയ്യാതെ യഹോശഫാത്തും ആ യഹൂദ ജനവും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പാടി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചപ്പോൾ എന്താണെന്നറിയാമോ അവിടെ ഉണ്ടായ സംഭവം? നോക്കി സ്തോത്രം. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ സ്തോത്രം യഹോവയുടെ മുമ്പാകെ അവര് സ്തോത്രം യുദ്ധം ചെയ്ത് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ നോക്കി അതിന്റെ 22-ാം വാക്യത്തിൽ അവർ പാടി സ്തുതിച്ചപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായ അമോന്യരുടെയും മോവാബരുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. സ്തോത്രം. നോക്കിയേ, ഒന്ന് അവർ യുദ്ധം ചെയ്യാതെ വണ്ണം അവരുടെ മുമ്പിൽ അവർക്കെതിരെ വന്ന ശത്രു സൈന്യത്തെ ദൈവം പരാജയപ്പെടുത്തും, അവരെ തോൽപ്പിക്കാൻ. അവർ തമ്മിൽ ഇടർച്ച ഉണ്ടാക്കി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അത് പറയുന്നത് സ്തോത്രം എന്റെ ഉള്ളിൽ ദൈവം തന്നൊരു ചിന്തയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുക. സ്തോത്രം. തമ്മിൽ പടപൊഴുതി ശത്രു അവിടെ തോൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ നമുക്കെതിരെ ഏത് വ്യക്തികൾ എഴുന്നേറ്റാൽ പോലും സ്തോത്രം നമ്മളെ തകർത്ത് കളയുവാനായിട്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തെയോ നമ്മുടെ ശാരീരികമായ അവസ്ഥകളൊക്കെ നമ്മെ തകർത്ത് കളയത്തക്ക രീതിയിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാൽ നാം ഉപയോഗിക്കേണ്ട ഒറ്റ ആയുധം എന്ന് പറയുന്നത് ദൈവത്തെ പാടി സ്തുതിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ കാര്യം ദൈവത്തിന് നമ്മളൊന്ന് പരമേൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ മാനുഷികമായ രീതിയിൽ അതിനെ എതിരിടുന്നതിന് വേണ്ടി ഒത്തിരി പ്രയോഗങ്ങളൊക്കെ ചെയ്യും, അല്ലെ? പക്ഷെ അത് വെറും അബലമാണ്, അത് വെറും അസാധ്യമാണ്. അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല. മാനുഷികമായിട്ട് ചില വൈരാഗ്യങ്ങളൊക്കെ നമുക്ക് ചില വ്യക്തികളിൽ നിന്ന് നേടുക എന്നുള്ളതല്ലാതെ അതിന്റെ അകത്ത് യാതൊരു പ്രയോജനമില്ല. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായി അതിന്റെ മധ്യത്തിൽ കാര്യം തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. നാം ദൈവത്തെ നമ്മുടെ കാര്യങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ആരും ഓടിക്കാതെ വണ്ണം ദുഷ്ടൻ ഓടിപ്പോകും. എന്താണെന്നറിയാമോ? അവന്റെ ശത്രുവിനെ, നമുക്കെതിരെ വരുന്ന ശത്രുവിനെ ഓടിക്കുവാനായിട്ട് നാം ദൈവസ്ഥനിൽ മുഴങ്കാൽ മടക്കുമ്പോൾ, നാം ദൈവസ്ഥന് നെടുമ്പാട് വീഴുമ്പോൾ, നമ്മൾക്കെതിരെ വരുന്ന പിശാചിനെ തുരത്തി ഓടിക്കുവാൻ, അവന്റെ പദ്ധതികളെ അബദ്ധമാക്കുവാൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ആര് വിശ്വസിക്കും? സ്തോത്രം. ഏറ്റെടുക്കുന്നുവെങ്കിൽ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന് വിടുതൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. നോക്കി, അവർ പാടി സ്തുതിച്ചപ്പോൾ ഈ സൈന്യത്തെ മുഴുവനും ദൈവം അവരെ തോൽപ്പിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നെന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണ് അവര് കടന്നു വന്ന സ്തോത്രം. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പിന്നീട് അവർ കടന്നു വന്ന സമയത്ത് അവരവിടെ കൊള്ള പങ്കിട്ടെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കി, ഇതിന്റെ 14-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. സ്തോത്രം. 11-ാം വാക്യത്തിൽ എന്തായിരുന്നു? ശത്രുവിനെ ദൈവം അവർക്ക് കൊടുത്ത അവകാശത്തെ എടുക്കുവാനായിട്ട് ആ പിശാച് വന്നത്. എന്നാൽ സ്തോത്രം, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അവരുടെ ശത്രുവിന്റെ അവകാശത്തെ അവരെടുക്കാനായിട്ട് ഇടയെത്തുന്നത്. അവർ കൊള്ള പങ്കിട്ടെന്ന് പറയുന്നത്. അതിനെ നോക്കി നിങ്ങൾ അത് വായിക്കുന്നുവെങ്കിൽ സ്തോത്രം, അതിന്റെ 25-ാം വാക്യത്തിൽ അതിനെ വായിക്കുന്നു. യഹോശഫാത്തും അവരുടെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്ത്രങ്ങളും കണ്ടെത്തി. അവർക്ക് ചുമപ്പാൻ കഴിയുന്നതിനധികം ഊരിയെടുത്തു. കൊള്ള അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. നോക്കി, നമ്മെ കൊള്ളയിടുവാൻ വരുന്ന പിശാചിനെ തകർത്തുകൊണ്ട് സ്തോത്രം, ശത്രുവിനെ കൊള്ളയിടത്തക്ക രീതിയിലുള്ള സ്തോത്രം ജയത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാനായിട്ട് ഇടയത്ത്. നോക്കി, പാടി സ്തുതിക്കാൻ, ലജ്ജ കൂടാതെ ദൈവത്തെ പാടി സ്തുതിക്കണം കേട്ടോ. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇന്ന് പലർക്കും ആരാധനയും കൂട്ടായ്മകളൊക്കെ, ആരാധനയും അന്യഭാഷയുള്ള ആരാധനയും ആത്മീയ ആരാധനയൊക്കെ ഇത് പല സഭകളിലൊക്കെ എന്താ
പറയാ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് പല സഭകളും ആരാധനയിലാണ്. ഈ കോവിഡിന് ശേഷം പല സ്ഥലത്തും എന്താ പറയുന്ന ചില നിയമങ്ങളും എന്താ പറയാ ഒരു എല്ലാത്തിനും ഒരു സമയപരിധികളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിജ്ഞാനത്തോടെ ചെയ്യണം, അതൊരു വിഷയമാണ്. എങ്കിൽ തന്നെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആത്മീയ അനുഭവങ്ങളൊന്നും ഇന്ന് ദൈവസഭയുടെ മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തെ ലജ്ജ കൂടാതെ ആരാധിക്കുവാൻ, മടി കൂടാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ ദൈവത്തിന് സ്തോത്രം നാം ബന്ധപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ശത്രുവിന്റെ മുമ്പിൽ നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് ഒരു നോട്ടചിഹ്നമായിട്ട് നിർത്തുവാൻ, ചോദ്യചിഹ്നമായിട്ട് നിർത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ആദ്യ നാളുകളിലോ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. സ്തോത്രം. ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി. എന്നാൽ സ്തോത്രം അങ്ങനെ ശത്രുവിനെ അവർക്ക് പരാജയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. അങ്ങനെ 4ാമത്തെ ദിവസമാണ് അവർ ബെരേഖ താഴ്വരയിൽ ഒരുമിച്ച് കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായിരുന്നു. സ്തോത്രം. ബെരേഖ താഴ്വര അവർക്ക് ഒരു വെല്ലുവിളിയുടെ താഴ്വരയായിരുന്നെങ്കിൽ സ്തോത്രം അതിന്റെ സ്തോത്രം അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ബെരേഖ താഴ്വര യഹൂദ ജനത്തിന് ഒരു അനുഗ്രഹത്തിന്റെ താഴ്വരയായിട്ട് തീരുവാനിടയായിരുന്നു. ഓക്കെ, ഇതിന്റെ ആദ്യോടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് അവർക്ക് ദൈവം ജയം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ വെല്ലുവിളി ഉയരുന്ന സ്ഥാനത്ത് അതിനെ ജയമാക്കി തീർക്കുവാനും സ്തോത്രം അതിനെ അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് ഈ ബെരേഖ താഴ്വരയിൽ ഇസ്രായേൽ യഹൂദ ജനത്തിന് കഴിഞ്ഞു എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ താഴ്വരയിലേക്ക് നോക്കുമ്പോൾ പല പ്രതിസന്ധികളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്, താഴ്വരയിൽ കുറെ അസ്ഥികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. സ്തോത്രം. ആസ്തികുമാരത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം പ്രവചിച്ചപ്പോൾ സ്തോത്രം അതേ ആ അസ്ഥികളിലൊക്കെ ദൈവം അസ്ഥികളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നിട്ട് അതിനെ വലിയൊരു സൈന്യമാക്കി ദൈവം തീർക്കുവാനായിട്ടിടയായിരുന്നു. താഴ്വരയിൽ വെല്ലുവിളികളും പരാജയങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്തോത്രം അതിന്റെ മധ്യത്തിൽ നാം ദൈവത്തെ പാടി സ്തുതിക്കുന്ന സമയത്ത് ആ താഴ്വരയെ നമുക്ക് ജയമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഒന്നിനും ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന അസ്ഥികളിലേക്ക് ആ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് അതിനെ മഹാസൈന്യമാക്കി തീർക്കുന്നത്. സ്തോത്രം. അപ്പോൾ നാം എന്ത് വിശ്വസിക്കുന്നു, നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്തുതിയും കരയറ്റുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ദൈവിക റിസൾട്ട് ആ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. ദൈവമേ, സഹോദരിമാരെ, നിങ്ങൾ അധികം സഹോദരിമാരാണല്ലോ. സ്തോത്രം. നിങ്ങൾ അതിന് തയ്യാറാകുമോ? സ്തോത്രം. നമുക്കും ചില അത്ഭുതങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെ തലമുറകളെയൊക്കെ നോക്കിയിട്ടും സ്തോത്രം നമ്മുടെ തലമുറകളെ നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ തലമുറയിൽ നിന്ന് കാണുന്നില്ല. നമ്മൾ ചിലപ്പോ ചില ദൈവമക്കളാണെങ്കിൽ അവരെ വളരെ പ്രതീക്ഷയോടും അച്ചടക്കത്തോടും ദൈവത്തിന്റെ വചനമൊക്കെ പഠിപ്പിച്ച് വളരെ പ്രതീക്ഷയോടൊക്കെ വളർത്തുന്നുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ സ്തോത്രം ഒരു യൗവനപ്രായമാകുമ്പോഴേക്കും ദൈവത്തിൽ നിന്ന് മാറി പോകുന്നുണ്ട്. അവർ സ്വന്തമായ ആലോചന പ്രകാരം നടക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചില സഹോദരിമാരൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ട് ഇവന് ഒരു വിടുതലില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും അവന്റെ തോന്നിവാസം നടക്കുക തന്നെയല്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും അവന് ദൈവത്തെ ഭയമല്ല. ഞാൻ ആ സഹോദരിമാരോടൊക്കെ പറയും, നാം അവരെ എന്ത് ചെയ്യണം? ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. നാം അവരെ നോക്കിയിട്ട് അവരെ കുറിച്ച് നീ അങ്ങനെ ആവുള്ളൂ, നീ ഇങ്ങനെ ആവുള്ളൂ എന്നൊക്കെ പറയും. നമ്മളെന്ത് ചെയ്യുക? അവരെങ്ങനെ മാറ്റി നിർത്തുക. പക്ഷെ അവരെ ബ്ലസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ആ തലമുറകളുടെ മേൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീരും. ഒരിക്കലും നഷ്ടപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്തുതി നാം ദൈവത്തെ സേവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ തലമുറകളൊന്നും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. സഹോദരങ്ങളെ, നാം അത് ഏറ്റെടുക്കണം. സ്തോത്രം. പലപ്പോഴും പിശാച് പല വഴികളും ഒരുക്കി അവരെ സ്തോത്രം തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നാം പൈശാചിക വഴികളെ അടച്ചു പ്രാർത്ഥിക്കണം. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലാതെ ഒരു പദ്ധതി നിറവേറരുത്. പിശാച് ഒരുക്കുന്ന എല്ലാ വഴികളും, എന്റെ തലമുറയെ തെറ്റിക്കുവാനായിട്ട് ഒരുക്കുന്ന എല്ലാ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ അബദ്ധമായി തീരട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം തന്ന അധികാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലേ ഇരിക്കുന്നത്. നാം ദൈവിക അധികാരത്തോടെ നമ്മുടെ തലമുറകളെ നോക്കി എന്ത് കൽപ്പിക്കുന്നുവോ അത് അങ്ങനെ തന്നെ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ മുമ്പിൽ നാം പ്രതീക്ഷിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തന്നെയോ സ്തോത്രം അധികാരത്തോടെ നീ പ്രാർത്ഥിച്ചോ, മടുത്തോകാതെ പ്രാർത്ഥിച്ചോ, തീർച്ചയായിട്ടും നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ദൈവിക വിടുതലിന്റെ ദൈവം ഉപയോഗിക്കുന്ന ഒരു വക്തമായിട്ട് നമ്മുടെ തലമുറ തീരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം നിങ്ങൾ അത് ദൂത് ഏറ്റെടുത്തോളം. സ്തോത്ര. ദൈവസന്നി നമ്മൾ അത് കുറിച്ച് വെച്ച് പ്രാർത്ഥിച്ചോ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം ലജ്ജിപ്പിക്കുകയില്ല. സ്തോത്രം.
ലജ്ജ കൂടാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും ആരാധിക്കുവാനായിട്ട് ഇടയായി തീരണം. നോക്കെ, ഈ താഴ്വരയിൽ പിന്നീട് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്, ഈ താഴ്വരയെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഒന്നത് ഭയത്തിന്റെ താഴ്വരയായിരുന്നെങ്കിൽ ദൈവം അത് അനുഗ്രഹത്തിലേക്ക് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ആരാധനയിലെ സ്തുതിയിലൂടെയും സ്തോത്രം ദൈവത്തിന്റെ ജനം യുദ്ധം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവർക്ക് ജയമായി തീർന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് എന്താണെന്നറിയാമോ? നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്ന സമ്പൂർണ്ണ ജയം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാമോ നമ്മെ സ്നേഹിക്കുന്നതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നത് പറയുന്നത്. സ്തോത്രം, ആഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും നമ്മളെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല. സ്തോത്രം, ഇതിലൊക്കെ നമുക്ക് ജയം തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് ജയം നൽകുവാനായിട്ട് ഇടയായി തീരുന്നത്. തന്നെയല്ല, ആ താഴ്വരയിൽ നമുക്ക് കാണാൻ തന്നെ പിന്നീട് സ്തോത്രം, അവർ കൊള്ള പങ്കിട്ടെടുക്കുക മാത്രമല്ല, അവര് സന്തോഷത്തോടെ മടങ്ങി വന്നു. സ്തോത്രം, ശത്രു നേരെ വെല്ലുവിളിച്ചപ്പോൾ അവരുടെ സന്തോഷം നഷ്ടപ്പെട്ട് കാണും, ഭയപ്പെട്ടു പോയി കാണും. സ്തോത്രം, അവർക്ക് സന്തോഷം തിരികെ ലഭിക്കുവാനായിട്ട് ഇടയായി. പല വിഷയങ്ങളുടെ മുഖത്തും നമ്മുടെ സന്തോഷമൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. നമ്മൾ ആരാധനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ, സഭാകാളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോഴൊക്കെ ഉള്ള സന്തോഷം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുണ്ടാ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയല്ലേ? ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ സന്തോഷം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. വഴിതെറ്റി പോകുന്ന തലമുറയെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുന്നതാ. നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുന്നതാ. എന്നാൽ സ്തോത്രം, നിന്റെ നഷ്ടപ്പെട്ട സന്തോഷത്തെ തിരികെ തരുവാനായിട്ട് നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം, നിങ്ങൾ അത് ഏറ്റെടുക്കുമോ? സ്തോത്രം, നമ്മുടെ സന്തോഷം ഇറങ്ങിയ നാളുകളിൽ ആത്മീയ സന്തോഷത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരണം. സ്തോത്രം, ദൈവത്തിന്റെ വചനങ്ങളിൽ പറയുന്നുണ്ട്, കണ്ടു കിട്ടിയവരെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സന്തോഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാ സന്തോഷം നഷ്ടപ്പെടുന്നത് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാ. നമ്മളെ കർത്തൃത്വം നടത്തുന്ന പരിശുദ്ധാത്മാവല്ല. നമ്മൾ ഇറങ്ങിയ നാളുകളിലൊക്കെ നമ്മളെ വഴി നടത്തുന്നതോ നമ്മൾക്ക് ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവാണെങ്കിൽ സ്തോത്രം, കാലങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മിൽ തന്നെ ചില സ്വയങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മളെ കർത്തൃത്വം നടത്തുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു നല്ല ആത്മാവിനെ ഉള്ളിലേക്ക് പകരണമേ, സന്തോഷം, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ നൽകണമേ, ആ ദൈവിക സന്തോഷം എന്റെ ഉള്ളത്തിലേക്ക് പകരണമേ. ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുവാൻ, അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ദൈവികമായ ധൈര്യം, ഉറപ്പ് എനിക്ക് നൽകണമേ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചോ? തീർച്ചയായിട്ടും നമുക്ക് ആ സന്തോഷം ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ബെരാക്ക താഴ്വര, സ്തോത്രം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റുന്ന ഒരു ബെരാക്ക ഇന്ന് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം, കർത്താവാണ് നമ്മുടെ ജയാളി, കർത്താവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അവസ്ഥകളെ മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി തരും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒത്തിരി നാളുകളായല്ലോ. ചിലർ കർത്താവിന് വേല ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം. എന്നാൽ സ്തോത്രം, എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു? സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കുന്ന ഒരു ഇതിന്റെ ഏകദേശം ഒരു ഭാഗത്തിങ്ങനെ വായിക്കുന്നുണ്ട്, യഹൂദ സ്ഥിരമായിട്ട് നിലകൊള്ളട്ടെ എന്ന് പറഞ്ഞു. യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതി എന്ന വാക്കി നിർത്തല്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് ദൈവത്തെ സ്തുതിക്കുക. സ്തുതിക്ക് ദൈവത്തിന് ഒരു ക്ഷാമം നമ്മൾ കൊടുക്കരുത് കേട്ടോ. ദൈവത്തിന് വചനെങ്കിലും പറയുന്നു, സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതം അല്ലെ? നേരോടെ ദൈവത്തെ സ്തുതിക്കുക, നേരെടുക്കുക. ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും കഴിയണമെങ്കിൽ ഹൃദയത്തിൽ ഒരു നേര് വേണം. മറ്റുള്ളവരും ദൈവത്തോടും മനുഷ്യരോടൊക്കെ നല്ല മനസാക്ഷി പുലർത്തി എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ല എങ്കിൽ ദൈവത്തോട് മനുഷ്യരോടൊക്കെ നല്ല മനസാക്ഷി ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ വേദത്തിൽ സ്തുതിക്കാനായിട്ട് കഴിയുകയില്ല. അത് വലിയൊരു മർമ്മമാണ്. സ്തോത്രം, അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ടും ദൈവത്തിൽ ഇരിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയങ്ങളിലൊക്കെ അതിനു മുമ്പ് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ക്രമീകരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആർക്കെങ്കിലും നമ്മുടെ വാക്കുകൾ നിമിത്തമോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി നിമിത്തമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിക്കണം. സ്തോത്രം, എന്നിട്ടേ നമുക്ക് ദൈവത്തിൽ ഇരിക്കാനായിട്ട് കഴിയുള്ളൂ. എന്നിട്ടേ നമ്മൾ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി അടുക്കാൻ യുദ്ധം ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്തോത്രം, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളാണെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം, താഴ്വരയില് സ്തോത്രം ദൈവത്തിന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോശ ദൈവത്തിന് കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം, അഹ്റോനും കൂരും താങ്ങപ്പെട്ടു. അപ്പോൾ ദൈവസന്നിധിയില് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്തുതിയും കയറ്റുമ്പോൾ മാത്രമേ താഴ്വരയിൽ യുദ്ധം ജയിക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധികളാണ് നാം അഭിമുഖീകരിക്കുന്നത്? ഓരോ പ്രതിസന്ധികളും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമുക്ക് അക്കരെ എത്തണം. കർത്താവിന് വരുവരെയും നമുക്ക് വിശ്വസത്തോടെ ചെല്ലണം. നമ്മൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്.
ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നുകൂടി കർത്താവിനോട് അടുക്കുവാനിടയായി തീരണം. സ്തോത്രം. ഒന്നുകൂടി നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവസ്നേഹം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവിക അഭിഷേകം ഒന്നുകൂടി ശക്തിപ്പെടുവാനായിട്ട് ഇടയായി തീരണം. അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വന്നതോടുകൂടി എന്റെ വിശ്വാസം പോയി, അത് വന്നതോടുകൂടി ഞാൻ ഇനി കർത്താവിന് വേല ചെയ്യുന്നില്ല, ആ പ്രതിസന്ധിയോടുകൂടി എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുവാനല്ല. സ്തോത്രം. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ആ ദൈവശക്തി ഈ നാളുകളിൽ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായിട്ട് പ്രതിസന്ധിക്ക് മുമ്പുണ്ടായിരുന്ന എങ്ങനെ നീ പ്രവർത്തിച്ചുവോ അതിനേക്കാൾ കൂടുതലായി ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുക. ഒന്ന് രണ്ട് പോയിന്റുകൾ നിങ്ങളോട് പറയട്ടെ. ഒന്ന്, യെഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു, അവൻ ഉപവസിക്കുവാൻ തയ്യാറായി. അത് നിങ്ങൾ ഈ പ്രകാരം ചെയ്യുവാനായിട്ട് തയ്യാറാകുമോ? ദൈവം നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരും. തന്നെയല്ല, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി അവൻ ദൈവസ്ഥനിൽ ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന പോലെ തന്നെ യെഹോശാഫാത്ത് ചെയ്തതുകൊണ്ട് യുദ്ധം ചെയ്യിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ അവന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്തുതിയും മഹത്വവും അവൻ കൊടുത്തു. അതുകൊണ്ട് യുദ്ധം ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ശത്രു അവകാശമാക്കുവാൻ വന്ന സ്തോത്രം നന്മകളെ അവർ തിരികെ പ്രാപിക്കുക മാത്രമല്ല, ശത്രുവിനെ കൊള്ളയിടുന്ന അനുഭവത്തിലേക്ക് ദൈവം അവരെ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. തന്നെയല്ല, അവർക്ക് നഷ്ടപ്പെട്ട സന്തോഷം ദൈവം അവർക്ക് തിരികെ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. എല്ലാ നിരാശകളും മാറി അനുഗ്രഹത്തിലേക്കും ദൈവിക അഭിവൃദ്ധിയിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർ നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യെഹോശാഫാത്ത് രാജാവ് അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ വിജയം പ്രാപിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന ഒരു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയമുണ്ട്. സ്തോത്രം. നമ്മുടെ ശരീരത്തിന്മേൽ പോരാടുന്ന, ശരീരത്തെ വെല്ലുവിളിക്കുന്ന, അതുപോലെ ആത്മീയ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തെ പോലും ചോദ്യം ചെയ്ത ചില വെല്ലുവിളികളുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പകൽക്കാലം ഞാൻ പറയട്ടെ. സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളതാ. നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കോ, നീ ദൈവസന്നിധിയിലേറ്റി പ്രാർത്ഥിച്ചോ. സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് അവനെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നോ. സ്തോത്രം. വിജയം നിന്റേത് തന്നെയാ. സ്തോത്രം. അല്പം വൈകിയാലും നീ അതിനുവേണ്ടി കാത്തിരിക്കുക. ജയത്തിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഏറ്റു പറയണം, നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്തോത്രം. ഒന്നിനും എന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. സമയമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്നെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കാം.